ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. നാളത്തെ വിശേഷവും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലെ വിശേഷമൊക്കെ മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ വിശേഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ. അങ്ങനെ നമ്മുടെ അലീന ഒരു പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. നമ്മുടെ ശരണ്യനെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കും. വാക്ക് കൊടുത്തിരിക്കുകയാണ്. ശരണ്യയുടെ അച്ഛന് വാക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് വന്ന് ബാലചന്ദ്രനോട് പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ അത് കേട്ടിട്ട് സന്തോഷമായി. അവള് പഠിച്ച് ഡോക്ടർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കല്ലേ സന്തോഷം. നമ്മൾ അങ്ങനെ ഒരു കുട്ടീനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൾ ഡോക്ടർ ആകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അത് പ്രത്യേകിച്ച് ശരണ്യ, നീ എന്താ എന്റെ പേരവിടെ പറയാതിരുന്നത്? ഞാൻ പഠിപ്പിക്കില്ല, നിനക്ക് എന്നോട് ചോദിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അച്ഛനോട് ചോദിക്കാൻ എനിക്കൊരു മടി എന്ന് പറഞ്ഞപ്പോ അങ്ങനത്തെ മടിയൊന്നും വേണ്ട, എന്തിനാ അങ്ങനെ മടിക്കുന്നത്, നമ്മൾ അവളെ പഠിപ്പിക്കും, ഡോക്ടർ ആക്കും. ഏതായാലും നമ്മുടെ രോഹിത്തിനെ രക്ഷിച്ചതല്ലേ. ആ പെങ്കൊച്ചിന് വേണമെങ്കിൽ പേര് പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, മൊഴിമാറ്റി പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ആ പെങ്കൊച്ച് മൊഴിമാറ്റി പറഞ്ഞ് നമ്മുടെ രോഹിത്തിനെയൊക്കെ രക്ഷിച്ചത് കൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവളെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കുന്നതിന് എന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്. എന്നാ പിന്നെ ഞാനൊന്ന് പോയി ഫ്രഷ് ആകട്ടെ. അവര് കോളേജിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാം. ബബിത കോളേജിൽ പോയിട്ട് കുറെ നാളായില്ലേ, അപ്പം അവള് വരുന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ അലീന നേരെ കിച്ചണിലേക്ക് പോവാം. അപ്പം അലീനയെ കുറിച്ചൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ബാലചന്ദ്രൻ നിൽക്കുക, എന്തൊരു പാവക്കുട്ടിയാണ്, അവൾക്ക് ഈ ഒരു ഗതികേട് വന്നല്ലോ, അവൾക്ക് വൈജയ്ക്ക് അവൾക്ക് തലയ്ക്ക് അഹങ്കാരം പിടിച്ചങ്ങ് നടന്നാൽ മതി. പക്ഷെ ആ കുട്ടിയുടെ അവസ്ഥ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഇതുകൊണ്ടും കൂടെയാണ് എനിക്ക് വൈജയനെ കാണുമ്പോൾ അത്രയ്ക്കധികം ദേഷ്യം വരുന്നത് എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ്. കാരണം അലീനെ ഇങ്ങനെ ആകാൻ കാരണവും ബാലചന്ദ്രൻ ഇങ്ങനെയാകാൻ കാരണമൊക്കെ വൈജയൻ കൂടെ ആണല്ലോ. അപ്പൊ അതാണ് അത്രയ്ക്കും ഒരു ദേഷ്യം കേട്ടോ. അപ്പം നമ്മുടെ അലീനെ പോയി കിച്ചണിലൊക്കെ പോയി സ്നാക്സും അതുപോലെ ഇവര് വരൂല, കൃഷ്ണമോളും വരും, അതിനോടൊപ്പം തന്നെ നമ്മുടെ ബബിതയും വരും. പിന്നെ രോഹിത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനും എടുക്കാനും ഒക്കെ ഉണ്ട്. രോഹിത് ആണെങ്കിൽ അവിടെ ഒരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, പനിയൊക്കെ കുറച്ച് മാറിക്ക് വരുന്നതേ ഉള്ളൂ. അപ്പൊ രോഹിത്തിന് കുറച്ച് ചൂടൊക്കെ പിടിക്കണം. അപ്പൊ പതിയെ പോയി നമ്മുടെ രോഹിത്തിന്റെ അടുത്ത റൂമിൽ ചെന്നു. ചൂടൊക്കെ പിടിച്ച് രോഹിത്തിന്റെ ഡ്രസ്സൊക്കെ മാറ്റിയൊക്കെ കൊടുത്ത് ദേഹമൊക്കെ തുടച്ചൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ അലീന. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നോ, കുറച്ചു നേരം ഡ്രസ്സൊക്കെ ഇല്ലാതെ നീ ഇരിക്കുക, കാരണം എപ്പോഴും ഇവിടെ കിടക്കുന്നതല്ലേ, അപ്പൊ കുറച്ചു നേരം ഷർട്ടൊന്നും ഇടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന എല്ലാം സെറ്റ് ആക്കിയിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോഴത്തേക്കാട്ടോ നമ്മുടെ ബബിത വരുന്നത്. അപ്പം ബബിത വന്നു. ബബിത വന്ന ഉടനെ തന്നെ നമ്മുടെ ബാലചന്ദ്രനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ബാലചന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ബബിത ഓടിക്കേറി വന്ന് ബാഗൊക്കെ ഊരി വെച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ബാലചന്ദ്രൻ വന്നു. കോളേജിൽ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ എന്ന് ചോദിച്ചാൽ അതിനു മുമ്പ് അലീനയും വന്നു കേട്ടോ. അപ്പൊ അലീന വന്നിട്ട് നീ ഫ്രഷ് ആകെ, ഞാനിപ്പം നിനക്ക് കഴിക്കാൻ എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അലീന കിച്ചണിലേക്ക് കയറി പോകുന്നത്. അപ്പൊ അതിനിടയ്ക്കാണ് ബാലചന്ദ്രൻ വരുന്നത്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ കോളേജിലെ കാര്യങ്ങളൊക്കെ എന്തായി, എങ്ങനെയായി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കോളേജിൽ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നെ അലീനെ അല്ല ഇവിടെ നിന്ന്, സോറി അച്ഛാ, അലീന ചേച്ചിയല്ല എന്നെ ഇവിടെ നിന്ന് കൊണ്ടുവിട്ടത്. അലീന ചേച്ചി മനുവേട്ടനും വന്ന് അവരെ അത്യാവശ്യം ബ്രെയിൻ വാഷ് ചെയ്തായിരുന്നു. പിന്നെ ടീച്ചേഴ്സിനൊക്കെ എന്നോട് ഇപ്പോഴും പഴയ ഒരു സ്നേഹമൊക്കെ തന്നെയാണ്. സ്നേഹം ഒന്നുകൂടെ കൂടിയെങ്കിലേ ഉള്ളൂ അച്ഛാന്ന് പറയുമ്പോഴത്തേക്കും അത് പിന്നെ അലീനയാണല്ലോ മനുവും കൂടെ ആണല്ലോ അവിടെ വന്ന് സംസാരിച്ചത്, അപ്പൊ സ്നേഹം കൂടുള്ളൂ, സ്നേഹം കുറയത്തൊന്നുമില്ല. പിന്നെ വേറെ എന്തോ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും വേറെ വിശേഷങ്ങൾ എന്താ, ആദ്യമൊക്കെ എല്ലാവരും എന്നെ ഒരുമാതിരി അവഗണന രീതിയിലാണ് പെരുമാറിയത്. പക്ഷെ അത് പതിയെ മാറി എന്നോട് അവഗണനയായിട്ട് പെരുമാറുന്നവരും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ എന്റെ കൂടെ നിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അച്ഛാ, എങ്ങനെയെങ്കിലും ഒന്ന് എക്സാം എഴുതണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിനക്ക് വല്ല മാറ്റം ഉണ്ടല്ലോ ബബിതേ. അച്ഛന് തോന്നിയില്ലേ എനിക്ക് മാറ്റം ഉണ്ടെന്ന്? എനിക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ? നിനക്ക് നല്ല മാറ്റമുണ്ട്. ഈ മാറ്റത്തിന് കാരണം അലീനയല്ലേ? അതെ അച്ഛാ, അലീന ചേച്ചി തന്നെയാ എന്റെ ഈ മാറ്റത്തിന് കാരണം അലീന ചേച്ചി ഇവിടെ നിന്ന് ഓരോരുത്തരെ നോക്കുന്നതും അതുപോലെ അച്ഛനെ നോക്കുന്നു, രോഹിത്തിനെ നോക്കുന്നു, കൃഷ്ണമോളെ നോക്കുന്നു. എന്തോ ഞാൻ വൈകിപ്പോയി അലീനയുടെ സ്നേഹവും അലീനയുടെ ആ ഒരു ആത്മാർത്ഥതയൊക്കെ അറിയാനായിട്ട് ഒരുപാട് താമസിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ അങ്ങനെയാ മോളെ, നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവര് നല്ലവരാണോ ചീത്തയാണോ, അവര് ആത്മാർത്ഥതയുള്ളവരാണോ സ്നേഹമുള്ളവരാണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വരണം, എന്തെങ്കിലും നമുക്ക് സംഭവിക്കണം. നമുക്ക് സന്തോഷമുള്ളപ്പോ എല്ലാവരും നമ്മുടെ ചുറ്റും കൂടി നിൽക്കാനും അതുപോലെ തന്നെ എല്ലാത്തിനും കാണും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഒരാളുണ്ടെങ്കിൽ അവര് ആത്മാർത്ഥത ഉള്ളതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെയാണ് അലീന നിങ്ങളുടെ
ചോര തന്നെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കാണ് നമ്മുടെ അതെ ബബിത കേട്ടോ. അപ്പം പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അല്ല അലീന സത്യത്തിൽ അച്ഛന്റെ മോള് തന്നെയാണോ അതോ അമ്മയെ പറ്റിക്കാൻ വേണ്ടി അച്ഛനോട് പറയുന്നതാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അലീന എന്റെ സ്വന്തം മോള് തന്നെയാണ്, നിന്റെ സ്വന്തം ചേച്ചി തന്നെയാണ്, നിന്റെ രക്തം തന്നെയാണ്, നിന്റെ അതായത് നിന്റെ രക്തം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വൈജയുടെ മകളും കൂടിയാണല്ലോ, അപ്പൊ പിന്നെ അവരൊരേ രക്തമാണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ബാലൻ പറയുമ്പോൾ നമ്മുടെ ബബിതയ്ക്ക് മനസ്സിലാകാൻ പാടില്ലാത്തത് കൊണ്ട് അങ്ങനെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ബബിത പറയുന്നുണ്ട്, ശോ എല്ലാവരും മാറി, ഞാൻ മാറി, കൃഷ്ണമോള് മാറി, രോഹിത്തും മാറി, പക്ഷേ ഇവിടെ ഒരാൾ മാത്രമാണല്ലോ അച്ഛൻ മാറാത്തത്, അതിനി എന്ന് മാറും? ഇതേ അച്ഛന്റെ ഭാര്യ എന്റെ അമ്മ എന്നാ മാറുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ഉടനെ ഒന്നും മാറുമെന്ന് തോന്നുന്നില്ല, അവൾ ആരാ സാധനന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. അവള് ഇനിയിപ്പം അലീന അവക്ക് എന്തുപകാരം ചെയ്താലും ഒരിക്കലും അവള് മാറത്തില്ല. അവള് അലീനയെ എന്തോ വലിയൊരു ശത്രു ആയിട്ടാ കാണുന്നത്, അത് തുടരുള്ളൂ. അവളുടെ മാറ്റം ഒന്നും ഉടനെ ഒന്നും പ്രതീക്ഷിക്കാൻ നിൽക്കണ്ട. അങ്ങനെ അവള് മാറുമ്പോഴത്തേക്കും അവള് കുഴിയിലേക്ക് അങ്ങ് പോകേണ്ട വരും. ആ ഒരു സമയത്ത് വല്ലേ അവള് മാറത്തുള്ളൂ. ഇനിയിപ്പൊ അവള് മാറുവോ മാറിയില്ലേ ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അല്ലച്ചാ ആ പഴയ ആ ഒരു സ്നേഹമില്ലേ, അമ്മ ഞങ്ങളോട് ഒരുപാട് സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല, പക്ഷെ അമ്മയ്ക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ അച്ഛനോടും അമ്മയ്ക്ക് സ്നേഹം ഉണ്ടെന്നേ. അപ്പോഴത്തേക്കും ബബിതെ നീ നിർത്ത, നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അച്ഛാ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മതി, നീ നിന്റെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും നിന്റെ അമ്മയെക്കുറിച്ചും നീ കൂടുതൽ പുകഴ്ത്ത് വർണ്ണിക്കൊന്നും വേണ്ട, മതി നിർത്തിക്കോളാൻ പറഞ്ഞു കേട്ടോ. ഈ സമയത്ത് ബബിത കേട്ടോ, ബബിത കൂടുതലൊന്നും പറയാൻ നിന്നില്ല. അപ്പൊ തന്നെ നമ്മുടെ അലീന ചായയൊക്കെ ആയിട്ട് വന്നിട്ട് ബബിത നീ ഡ്രസ്സ് ഒന്നും മാറിയില്ലേ, പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ വരാം അലീന ചേച്ചി എന്ന് വിളിക്കണം. ആദ്യമായിട്ടാണ് നമ്മുടെ ബബിത അലീനെ ചേച്ചി എന്ന് വിളിക്കുന്നത്. ഇതുവരെ അലീനെ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ബബിത അലീന ചേച്ചി ഞാൻ ഇപ്പൊ വരാം എന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങ് പോകുന്നത്. വല്ലാത്തൊരു അതിശയമായി പോയിട്ടോ നമ്മുടെ അലീന ചേച്ചി എന്ന് വിളിച്ചപ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും തന്നെ ബബിതയുടെ മാറ്റം എന്താണെന്ന് അലീനയ്ക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി. ഈ ഒരു സമയത്ത് നമ്മുടെ കൃഷ്ണമോളും വരുന്നുണ്ട്. കൃഷ്ണമോള് വന്നിട്ട് സ്നാക്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അലീന പറഞ്ഞു പോയി ഫ്രഷ് ആയിട്ട് വന്നേ, എന്നിട്ട് എടുത്ത് കഴിച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോഴത്തേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട് ആയിക്കോട്ടെ ഉത്തരവേ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് ഫ്രഷ് ആകാൻ വേണ്ടി പോവാ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ വൈജ ഉണ്ടല്ലോ റൂമില്, അപ്പൊ വൈജനെ കാണാനായിട്ട് ബബിതയും കയറി ചെല്ലുന്നുണ്ട്, കൃഷ്ണമോളും ചെല്ലുന്നുണ്ട്. അങ്ങനെ വൈജയോട് ഞാൻ ഇന്ന് കോളേജിൽ പോയ കാര്യങ്ങളും എന്നെ അലീനയാണ് കൊണ്ടുവിട്ടതെന്നും മനുവേട്ടൻ കൂടത്തിൽ ഉണ്ടായിരുന്നുവെന്നും അലീന ചേച്ചി എന്ന് തന്നെ പറയുന്നത്, അലീന ചേച്ചിയാണ് കൊണ്ടുവിട്ടതെന്നും എൻ്റെ അടുത്ത് കോളേജിൽ വന്നപ്പം മനുവേട്ടൻ ഉണ്ടായിരുന്നുവെന്നും അലീന ചേച്ചി കാരണമാണ് ബബിതേച്ചി പോകാൻ കാരണമെന്നും ഒക്കെ നമ്മുടെ കൃഷ്ണമോള് പറയുന്നു. അതുപോലെ തന്നെ ബബിതയും പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും വൈജയ്ക്ക് അങ്ങോട്ട് കലി കളകാണ് കേട്ടോ. വൈജ പറഞ്ഞു ചി നിർത്തടി, നീ എന്താണ് ഈ പറയുന്നത്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളുമായിട്ട് കൂട്ടുകൂടരുത്, പിന്നെ നീ എന്തിനാ അവളോട് കൂട്ടുകൂടാൻ നടക്കുന്നത്, അവൾ ആരാ, എന്താ നിനക്ക് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബബിത പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ കോളേജിൽ പോകാതെ ഇവിടെ മടി പിടിച്ച് ഇരുന്ന ഒരു സമയത്ത് അലീന ചേച്ചി നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ കോളേജിൽ പോയതും എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നതും. അമ്മയ്ക്കൊരു കാര്യം അറിയാമോ, രോഹിത്തേട്ടന്റെ അവസ്ഥ വളരെയധികം ദയനീയമായിരുന്നു. രോഹിത്തേട്ടന് അത്രയ്ക്കും ഒരു വലിയൊരു എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഉള്ളത്. ആ രോഹിത്തേട്ടൻ ഇപ്പം എങ്ങനെയായതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ രോഹിത്തേട്ടൻ മരുന്നുകളോട് പ്രതികരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അലീന ചേച്ചി പറയുന്നതൊക്കെ കേൾക്കുന്നു. അതിനൊക്കെ ആരാ കാരണക്കാരി? അലീന ചേച്ചി അല്ലേ? അലീന ചേച്ചി ഇല്ലായിരുന്നുവെങ്കിലേ എന്ത് ചെയ്തേനെ രോഹിത്തേട്ടന്റെ അവസ്ഥ? അമ്മയാണെങ്കിൽ രോഹിത്തേട്ടനൊന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല, കഷ്ടപ്പെടാനൊന്നും അമ്മ തയ്യാറാവില്ല. അമ്മയുടെ കാര്യം തന്നെ നോക്കുന്നത് എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് തന്നെ അറിയാലോ, പിന്നെ രോഹിത്തേട്ടന്റെ കാര്യം നോക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും എനിക്കിപ്പം അലീന ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അലീന ചേച്ചിയോ എന്നു മുതൽ അവിടെ നിന്റെ ചേച്ചിയായെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അലീന ചേച്ചി എന്റെ ചേച്ചി ആയത് എന്നു മുതലാണെന്നേ ഞാൻ അമ്മയോട് പിന്നെ പറഞ്ഞു തരാം. എനിക്കിപ്പോ അമ്മയോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. അമ്മ എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് തോന്നുന്ന പോലെ ചെയ്യേ. എത്ര പറഞ്ഞാലും അമ്മയുടെ തലമണ്ടേ കയറത്തില്ല. അമ്മയ്ക്ക് എപ്പോഴും അലീന ശത്രു എന്ന് പറഞ്ഞോടെ ഇരിക്കുന്നതെന്ന് പറയുമ്പോ ഒരു കാര്യം പറഞ്ഞേക്ക, അലീനയുടെ ശത്രുക്കളല്ല എന്റെ ശത്രുക്കളാ. എന്റെ മക്കൾ എന്റെ ശത്രുക്കളാകുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആദ്യം കൃഷ്ണ മാത്രമായിരുന്നു, ഇപ്പം ബബിതയും രോഹിത്തും എല്ലാവരും കൂടെ ചേർന്ന് അലീനെ അങ്ങോട്ട് പൊന്നിട്ട് മൂടിക്കോ, നിങ്ങൾക്ക് തന്നെ ലാസ്റ്റ് പണിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ
വൈജയ്ക്ക് ദേഷ്യം വന്ന് വൈജ മാറിപ്പോയി. ഇതേ സമയത്ത് നമ്മുടെ രോഹിത്തിന്റെ മുടിയൊക്കെ ഒരുപാട് വളർന്നു നിൽക്കുകയാണല്ലോ. അപ്പൊ രോഹിത്തിന്റെ മുടിയൊക്കെ വളർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അലീനെ പറയുന്നുണ്ട് രോഹിത്തിനോട്, നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ ആകെപ്പാടെ ഈ ഒരു ഇതൊക്കെ അങ്ങ് മാറ്റണം, ഈ മുഖത്ത് ഈ തൂങ്ങി വലിഞ്ഞൊക്കെ കിടക്കുന്ന മുടി മാറ്റിയാൽ തന്നെ സത്യത്തില് നിനക്ക് എന്താ പറയാ നല്ലൊരു ഇതാകും, നിന്റെ മൈൻഡൊക്കെ ക്ലിയർ ആകും എന്നൊക്കെ പറയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ അലീനെ തന്നെ കത്രിക എടുത്ത് മനുവിനെ കൊണ്ടിരുത്തിയിട്ട് ആ ഒരു ബാൽക്കണിയുടെ അവിടെ കൊണ്ടിരുത്തിയിട്ട് മുടിയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ബബിതയും നമ്മുടെ കൃഷ്ണമോളും കാണുന്നുണ്ട്. എന്തോ ഈ മുടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രോഹിത്തിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. കാരണം ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് രോഹിത്തിനെ കൊണ്ട് ചെയ്യുകയും ഒക്കെ അലീന ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രോഹിത്തിനും അലീനോടുള്ള സ്നേഹവും അറ്റാച്ച്മെന്റും ഒക്കെ കൂടി എന്തോ കടപ്പാടൊക്കെ ആയിട്ട് മാറുകയാണേ. അപ്പൊ അങ്ങനെ കൂടിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ കൈതക്കൽ തറവാട്ടിൽ വലിയ യുദ്ധം നടക്കാൻ പോവാ. അപ്പം മനു അവിടെ ചെന്നപ്പോഴത്തേക്കും മനു അവിടെ ചെന്ന ഉടനെ തന്നെ ചോദിച്ചത് നമ്മുടെ കമല, അല്ല നീ അലീനോട് കാര്യം പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഞാൻ അലീനയോട് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാനും അലീനയും കൂടി ഇന്ന് ഒരുമിച്ചാണ് ശരണ്യയുടെ അടുത്തേക്ക് പോയതെന്ന്. അപ്പോഴത്തേക്കും നീ പറഞ്ഞല്ലേ ശരണ്യ മൊഴി മാറ്റി പറയാന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവള് മൊഴി മാറ്റി പറയും, പറഞ്ഞത് തന്നെ. അവള് മൊഴി മാറ്റി പറഞ്ഞിട്ട് അമ്മയുടെ മോൻ രക്ഷപ്പെടുന്നൊന്നും തോന്നുന്നില്ല. ദേ എന്റെ പൊന്നമ്മയോ ഒന്ന് മാറി നിൽക്കണുണ്ടോ? എന്ത് പറഞ്ഞാലും ലാസ്റ്റ് ഹരീന്റെ കൊണ്ട് അവസാനിപ്പിക്കും. അതെ, തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരുത്തനെ കുറിച്ച് മൊഴി മാറ്റി പറയുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ തെറ്റ് ചെയ്തല്ല രോഹിത്. അപ്പൊ പിന്നെ ഞാൻ അലീനയോട് എങ്ങനെ ചെന്ന് പറയും, എന്താവശ്യപ്പെടുന്നു പറഞ്ഞപ്പോഴത്തേക്കും അപ്പൊ നീ അലീനയും കൂട്ടി പിന്നെ എന്തിനാ ആ കണ്ണാടി കോളനിയിൽ അങ്ങോട്ട് പോയത്? നീ പിന്നെ എന്തിനാ അലീനയും കൂട്ടി ചുറ്റിക്കറക്കാൻ പോയത്? ഇതൊന്നും പറയാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ അലീനയും കൂട്ടി എന്തിനാ പോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അലീനയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ശിവശങ്കരമേനോൻ വന്നു. ശിവശങ്കരമേനോൻ ചോദിച്ചു, എന്താടാ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞോ എന്ന രീതിയിലൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, അത് പിന്നെ അച്ഛാ, ഞാൻ ഒരിക്കലും അലീനയോടൊന്നും ആവശ്യപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അലീനയോട് ആവശ്യപ്പെട്ട ഒരു കാര്യം അത് വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ അലീനയോട് ആവശ്യപ്പെട്ടത് വേറൊന്നുമല്ല, എന്റെ വീട്ടില് എന്റെ അമ്മയുടെ മരുമകളായിട്ട് വരുമോന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അയ്യോ കമലയുടെ കണ്ണൊക്കെ അങ്ങോട്ടങ്ങ് വീർത്തു വന്നോട്ടോ. കമല ദേഷ്യപ്പെട്ടു, എന്താടാ നീ പറഞ്ഞത്? ആ പിഴച്ച സന്തതിനെ ഇങ്ങോട്ടേക്ക് എന്റെ മരുമകളായിട്ട് കൊണ്ടുവരുമെന്ന് നീ ആവശ്യപ്പെട്ടെന്നോ? ആവശ്യപ്പെട്ടു. അതിനെന്താ എത്ര കുഴപ്പമിരിക്കുന്നത്? അവളെ പിഴച്ച പെങ്കൊച്ചൊന്നും അല്ലല്ലോ, അവള് ബാലചന്ദ്രൻ മേനോന്റെ, അതായത് കൈതക്കൽ തറവാട്ടല്ലേ സോറി നെടുമ്പുരയ്ക്കൽ തറവാട്ടിലെ ബാലചന്ദ്രൻ മേനോന്റെ മകളല്ലേ, മൂത്ത മകള്. അപ്പൊ പിന്നെ എന്താണ് അവക്ക് കുറവിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവക്ക് കുറവൊന്നുമില്ല. എന്നിട്ട് നീ അവളോട് എന്താ പറഞ്ഞത്? ഞാൻ അവളോട് എന്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞു. സത്യം പറയാലോ, അവളെ എന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാനും സ്വീകരിക്കാനും ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവളെ മാത്രം എന്റെ ഭാര്യയാക്കത്തുള്ളൂ. അതിനുള്ള എല്ലാ ക്വാളിറ്റിയും അവക്കുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ മനസ്സ് തുറന്ന് സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞപ്പം ഓഹോ, അപ്പൊ ഇവിടം വരെ എത്തിയല്ലേ കാര്യങ്ങളൊക്കെ. അവള് കയ്യും കാലൊക്കെ കാണിച്ചു നിന്നെ മയക്കി കാണും. വെറുതെ അല്ല നീ അവളുടെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്. ഈ ജന്മം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇങ്ങോട്ടേക്ക് അവളെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ മനു പറഞ്ഞത്, ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് ആരാ പറഞ്ഞത്? അല്ലെങ്കിലും അമ്മയുടെ അടുത്തേക്ക് ഏതേലും പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പറ്റുമോ? അമ്മ അവളെ കടിച്ചു തിന്നത്തില്ലേ? അതുകൊണ്ട് ഒരിക്കലും ഞാൻ അലീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരത്തില്ല. എനിക്ക് എറണാകുളത്തല്ലേ ജോലി. അലീനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ അവിടെ ഒരു ഫ്ലാറ്റോ വല്ലതും എടുത്ത് ഞങ്ങൾ അവിടെ താമസിച്ചോളാം. അതിനിപ്പോ എന്താ കുഴപ്പമെന്ന്. ഇത് കേട്ടതും വല്ലാത്തൊരവസ്ഥയിലായി പോയിട്ടോ നമ്മുടെ കമല. അപ്പോഴത്തേക്ക് ഇത്രയും കേട്ടത് അങ്ങ് മാറിപ്പോയി, പറഞ്ഞത് അങ്ങ് മാറിപ്പോയി മനു. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ശിവശങ്കരമേനോടും അവന്റെ അഹങ്കാരം കണ്ടില്ലേ, അവന്റെ അവകാശവും അധികാരവും കണ്ടില്ലേ, അവൻ ആരാന്ന് അവന്റെ വിചാരം. ഇതൊരു നടക്കും രണ്ട് നടക്കൊന്നും പോകത്തില്ല. അവളെ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിപ്പിക്കാം, നോക്കിക്കോ. കണ്ട പിഴച്ച പെണ്ണുങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ച്, വേലക്കാരികളെ ഇങ്ങോട്ടേക്ക് വിളിച്ച് ഞാൻ കയറ്റിക്കാന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നു കമലെ നീ ഒന്ന് അടങ്ങ്. അവൻ എന്തെങ്കിലും വായി തോന്നുന്നത് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ നിന്റെ ഈ ചിലപ്പ് കാരണം വിളിച്ചു പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇതെന്റെ ചിലപ്പ് കാരണമൊന്നും അല്ല അവൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, നോക്കിക്കോ നിങ്ങളൊക്കെ അനുഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമല കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കാണാൻ പോകുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം കമന്റ് ചെയ്യുക. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമന്റ് ചെയ്യുക. കൂടെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പം അതിനോടൊപ്പം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കും. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.